നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. പൂരം അലങ്കോലമാക്കാൻ ചില NGOകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ശ്രമം നടന്നതായും ദേവസ്വം സെക്രട്ടറി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. അയ്യപ്പ സേവാ സംഘത്തിന്റെ സേവന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും ഇല്ലാതാക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്ന് അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കൊല്ലം ജനാർദ്ദനൻ. പാലക്കാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പ് സമ്മേളനം. നന്മയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മാറണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ആനുകൂല്യ നിഷേധത്തിനൊപ്പം സംഘടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. ജീവനക്കാർക്ക് ഗുണകരമാവുന്ന ക്ഷേമ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണെന്നും VK ശ്രീകണ്ഠൻ MP. പാലക്കാട് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. വടക്കാഞ്ചേരി അകമല റെയിൽവേ ട്രാക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. കാർ യാത്രികയായ മുള്ളൂർക്കര സ്വദേശിനി മീനയ്ക്കാണ് പരിക്കേറ്റത്. വാഹനം നിയന്ത്രണം തെറ്റിയത് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. അത് സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വാർത്തകൾ വെച്ച് പ്രതികരിക്കുന്നത് അനൗചിത്യമായിരിക്കുമെന്നും റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങുന്ന ആ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സ്വാഗതാർഹമായ കാര്യമാണ്. റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മാത്രം നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യമായിരിക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വടക്കാഞ്ചേരി അകമല റെയിൽവേ ട്രാക്കിന് സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പിറകിലിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്ക്. മുള്ളൂർക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന മുള്ളൂർക്കര സ്വദേശി മീനയ്ക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അയ്യപ്പ സേവാ സംഘത്തിന്റെ സേവന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും ഇല്ലാതാക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്ന് അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കൊല്ലം ജനാർദ്ദനൻ. പാലക്കാട് നടന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നിധാനത്തും പമ്പയിലും വഴിയിടങ്ങളിലും ആയിരക്കണക്കിന് പേരുടെ സേവന പ്രവർത്തനവും ശുചീകരണവുമാണ് സംഘം നടത്തുന്നത്. അയ്യപ്പ സേവാ സംഘം നടത്തുന്ന അന്നദാനം മുടക്കാൻ ചിലർ ശ്രമിച്ചതിനെതിരെ സംഘത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. സംഘത്തിനെതിരെ നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളെ തള്ളിക്കളഞ്ഞ് കേരളത്തിലുടനീളം അയ്യപ്പ ഭക്തർക്കായുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലും സേവന പ്രവൃത്തിയിലും സംഘം പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കുറെ മാസങ്ങൾ 6-7 മാസങ്ങൾ സാധിച്ചു. വീണ്ടും അതിനകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കി ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ശബരിമലയും പമ്പയും നമ്മൾ നടത്തി കിടക്കുന്നു. അതിന് കാരണക്കാരായ ആളുകൾ ഒരുപാടുണ്ട്. ഈ സംഘടനയിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം നിങ്ങൾക്കറിയാം. പരിപാടിയിൽ കൊച്ചുകൃഷ്ണൻ അധ്യക്ഷനായി. ജയകുമാർ തിരുനക്കര, സലിമോൻ CM തുടങ്ങിയവർ സംസാരിച്ചു. 2024-27 വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ AD സുരേഷ് ബാബു വരണാധികാരിയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നന്മയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായുള്ള കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മാറണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. കോങ്ങാട് മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുഷ്പോദ്യാന സമർപ്പണവും പ്രഭാത ഭക്ഷണ പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രങ്ങൾ പരിസ്ഥിതി കേന്ദ്രങ്ങളാക്കി മാറ്റണം. അമിത വില നൽകി പൂക്കൾ പുറത്തുനിന്നും എത്തിക്കുന്ന പ്രവണത അവസാനിപ്പിച്ച് ഇവിടെ തന്നെ പൂച്ചെടികൾ ഉത്പാദിപ്പിക്കുന്ന ക്ഷേത്രത്തിന്റെ നടപടി ശ്ലാഘനീയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കയ്യേറിയവരെ ഇങ്ങനെ നോക്കിയാൽ അതിൽ ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്.
അതിൽ തട്ടിപ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതൊക്കെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ. ആ അവസ്ഥ നമ്മുടെ ജില്ലയിലുണ്ട്. വലിയ നിലയിൽ നമ്മൾ അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭൂമി സംരക്ഷണം ഇതിൻ്റെ ഭാഗമാണ്. ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ പല നിലയിലുള്ള മുഖങ്ങൾ ക്ഷേത്രങ്ങൾക്കുണ്ട്. പരിസ്ഥിതി സംരക്ഷണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കാവുകൾ, കുളങ്ങൾ എല്ലാം സംരക്ഷിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള വൃക്ഷങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, വനം സംരക്ഷിച്ചുകൊണ്ട് ഒക്കെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രധാന റോൾ ക്ഷേത്രങ്ങൾക്ക് എടുക്കാനുണ്ട്. ക്ഷേത്രത്തിലെത്തിയ ബോർഡ് പ്രസിഡന്റിനെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്ഷേത്ര നവീകരണത്തിന് മലബാർ ദേവസ്വം ബോർഡിന്റെ സഹായം നൽകുമെന്നും MR മുരളി ഉറപ്പു നൽകി. ചടങ്ങിൽ കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജിത് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ശശിധരൻ, വാർഡംഗം സുനിൽകുമാർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് CV കൃഷ്ണകുമാർ, സുധീർ കുമാർ, രാജേഷ് അടയ്ക്കാപുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ് സ്വാഗതവും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി രാമദാസ് നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ രാജേഷ് സംസ്കൃതി അടയ്ക്കാപുത്തൂരിന്റെ സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിൽ പൂജാപുഷ്പ ഉദ്യാനം നടപ്പിലാക്കുന്നത്. നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പൂരം കലക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. പോലീസ് പൂരപ്രദർശനം നിർബന്ധിച്ച് അടപ്പിക്കാൻ ശ്രമം നടത്തി. 20,000 ടിക്കറ്റിന്റെ കുറവാണ് മുൻവശത്തെ അപേക്ഷിച്ചുണ്ടായത്. പിന്നീട് ആനയുടെ കാര്യത്തിലും നിയന്ത്രണം കൊണ്ടുവന്നു. ചില NGOകളാണ് പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചതെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. വരുന്നതും അവിടെ ഉന്തും തള്ളും നടക്കുന്നതും ഇതിന്റെ ഉത്തരവാദിത്വം ഇത് പോലീസിലൂടെ ഏതോ ഒരു വിഭാഗം ഇതില് പലതരം ആനകളുടെ പ്രശ്നത്തിൽ NGOs ഇതിനു വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. NGOs ഈ ആനകളുടെ തൃശ്ശൂർ പൂരത്തിന്റെ ആനകളെ ഇല്ലാണ്ടാക്കാൻ വളരെയധികം ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് NGOസിന്റെ വലിയൊരു ഫണ്ടാണ് ഇതിന് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. ഇതെല്ലാം ഒത്തുവായിക്കുമ്പോൾ ഇതിൽ ഗൂഢാലോചനയുണ്ട്, എല്ലാ തരത്തിലും ഗൂഢാലോചനയുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് ഇന്നോ ഇത് 2 പ്രാവശ്യമില്ല, എത്ര മീറ്റിങ്ങുകൾ കൂടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഓരോ അപാകതകളും തിരുത്തി തരണമെന്ന് ഓരോ മീറ്റിങ്ങുകളിലും എഴുതി സംസാരിച്ച ഓരോ ആൾക്കാരും സംസാരിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉണ്ടാവണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ്. യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുകയാണ്. ഇതിനു പിന്നിൽ ഇന്റർനാഷണൽ മാഫിയ ഉണ്ടെന്നും ഫോറസ്റ്റ് GP നാഗരാജ് നാരായണനെതിരെ അന്വേഷണം നടത്താൻ നടപടി ഉണ്ടാവണമെന്നും ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. അവിടെയാണ് അന്വേഷണം വേണ്ട. അതിൽ CBI എൻക്വയറി നടത്തണം. അതുപോലെ തന്നെ നമുക്കറിയാം പൂരം പ്രദർശനമാണ് ഈ പൂരത്തിനുള്ള ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്. ആ പൂരത്തിന്റെ എക്സിബിഷന് തറവാടയിൽ വലിയൊരു തർക്കമുണ്ട്. ആ തർക്കം 2 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വെറും ഒരു 7-8 ലക്ഷം രൂപയുണ്ടായിരുന്നത് 8-9 കൊല്ലം മുമ്പ്. അതിന് 2.5 കോടി രൂപയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം കൊടുത്ത 42 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഈ മുഖ്യമന്ത്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന AG ഈ കേസ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി നടന്നതായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതിന്റെ കളി എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകി 42 ലക്ഷം കൊടുത്താൽ മതി. ആ മീറ്റിംഗിന്റെ പെൻഡ്രൈവ് ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ അത് സ്ഥിരീകരിക്കാനായിട്ട് AG ചെന്ന് പറയുന്ന ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്. അവർ ചെയ്തിട്ടില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു CBI എൻക്വയറി ചെയ്ത് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു NGOമാരായിട്ട് അടുത്ത ബന്ധം, അതായത് പെറ്റ അതുപോലെ പല സംഘടനകളായിട്ട് ഈ നാഗരാജ് നാരായണന് ബന്ധമുണ്ട്. വൻ ഫണ്ട് ഒരു സംഗീതായകൻ അങ്ങനെ പല ആൾക്കാരാണ് ഈ ആന എഴുന്നള്ളിപ്പ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ആനുകൂല്യം നിഷേധിക്കുന്നതിനൊപ്പം സംഘടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത്. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന്റെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി കാര്യ സമിതികളും
സുപ്രീം കോടതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് തൊഴിലാളി വിരുദ്ധതയുടെ ഭാഗമാണ്. തൊഴിലാളി സമൂഹം അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായി ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇന്ത്യയെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ തൊഴിൽ രഹിത രാജ്യമാക്കി മാറ്റുമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പിന്തുണയുണ്ട്. കാരണം 1000 രൂപ പെൻഷൻ കിട്ടിയാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന ആയിട്ടാണ് അവർ തന്നെ മരുന്ന് വാങ്ങാൻ പണമില്ലെന്ന് പറഞ്ഞ് നമ്മളായിട്ട് കാണുമ്പോൾ നിവേദനം ചെയ്യുന്നു. സത്യത്തില് ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കേസും ട്രിബ്യൂണലിൽ ഒരുപാട് പരാമർശങ്ങളും അനുകൂലമായ വിധി ഉണ്ടായിട്ടും ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ല എന്നുള്ളത്. PFPA ജില്ലാ പ്രസിഡന്റ് P. സദാനന്ദൻ അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാൻ SB രാജു, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC ജയബാലൻ, A. പ്രഭാകരൻ MLA, ഡോക്ടർ NP പത്മനാഭൻ, K. രാമദാസ്, R. പുരുഷോത്തമൻ, VP രാധാകൃഷ്ണൻ, C. കൃഷ്ണകുമാർ, MV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. 250ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ചേംബർ ഹൌസിലായിരുന്നു ക്യാമ്പ്. അരവിന്ദ് കണ്ണാശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 250ഓളം പേർ ക്യാമ്പിൽ പരിശോധന നടത്തി. നേത്ര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായവരെ അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ചേംബർ ഭാരവാഹികളായ വി. കോയണ്ണി, കരിമുത്തു, വിനോദ്, അഖിൽ, കോയ മലബാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടിയിലെ നിർധനരായ 4 അംഗ കുടുംബത്തിന് സ്നേഹഭവനമൊരുക്കി ജിദ്ദയിലെ വനിതാ കൂട്ടായ്മ. വീടിന്റെ താക്കോൽദാനം ജിദ്ദ വനിതാ കൂട്ടായ്മ പ്രതിനിധി റഹ്മത്ത് മുഹമ്മദ് ആലുങ്ങൽ നിർവഹിച്ചു. ലക്കിടി AJP LP സ്കൂളിലെ വിദ്യാർത്ഥിനി നസ്രിനും കുടുംബവും കാലങ്ങളായി ഷീറ്റിട്ട ഒറ്റമുറിയിലായിരുന്നു ദുരിതം പേറി കഴിഞ്ഞു വന്നിരുന്നത്. കുടുംബത്തിന്റെ ദുരിതജീവിതം കണ്ടറിഞ്ഞ ലക്കിടി AJP സ്കൂളിലെ അധ്യാപികയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സാജിദയാണ് ഈ കുടുംബത്തിന് കിടപ്പാടമൊരുക്കാൻ മുൻകൈയെടുത്തത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ അഭയം ജിദ്ദ വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധി റഹ്മത്ത് മുഹമ്മദ് ആലുങ്ങലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് വളരെ വേഗം ഈ കുടുംബത്തിന് വീടൊരുങ്ങിയത്. ലളിതമായ ചടങ്ങിൽ അഭയം ജിദ്ദ വനിതാ കൂട്ടായ്മയുടെ പ്രതിനിധി റഹ്മത്ത് മുഹമ്മദ് ആലുങ്ങൽ കുടുംബനാഥന് താക്കോൽ നൽകി താക്കോൽദാനം നിർവഹിച്ചു. 2 കുട്ടികളെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടപ്പോൾ ഷാക്കിർ സാഹിബ് ഇൻഷാല്ലാ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു തരാൻ പറ്റുന്ന രൂപത്തിൽ ബാക്കി നിങ്ങളും സഹായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാലോ കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. വളരെ അൽഹംദുലില്ലാ സന്തോഷം. ഇന്ന് വരെ ഞാൻ ആളെ കണ്ടിട്ടില്ല. പക്ഷെ ഏതാളെ കുറിച്ച് ഞങ്ങളെടുത്തൊരു കേസ് വരുമ്പോൾ ഞങ്ങൾ ആളെ കുറിച്ചൊന്ന് അന്വേഷിക്കും. അതേപോലെ സാക്കിർ സാഹിബ് വന്ന ഒരാളാണ് സാജിദ ടീച്ചർ. സാജിദ ടീച്ചറെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആൾ അറിയില്ല കേട്ടോ. ക്യാഷ് കൊടുക്കുമ്പോൾ ആളുകൾ ആരാണെന്ന് അറിയണം. കാരണം നാട്ടിൽ പലതും നടക്കുന്നതാണ്. പല തട്ടിപ്പുകളും ചാരിറ്റിയുടെ പേരിൽ നടക്കുന്നതെന്ന് നമ്മൾ കേൾക്കുന്നതാണ്. അധ്യാപിക സാജിദ ലക്കിടി ചടങ്ങിൽ അധ്യക്ഷയായി. BPC ഒറ്റപ്പാലം പ്രഭാകരൻ മാസ്റ്റർ വിശിഷ്ട അതിഥിയായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, ബാബു തരൂർ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ, ലക്കിടി AJP സ്കൂൾ മാനേജർ അലി അക്ബർ, ഷാക്കിർ മൂസ തുടങ്ങിയവർ സംസാരിച്ചു. K. ഫൈസൽ സ്വാഗതവും PTA പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളിയിൽ ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്രതാരം ഉണ്ണി മുകുന്ദന്റെ ജന്മദിനം ആഘോഷിച്ചു. കേക്ക് മുറിച്ചും പായസം വിതരണം ചെയ്തും നടത്തിയ ജന്മദിനാഘോഷ പരിപാടികൾക്ക് ഫൗണ്ടേഷൻ പ്രതിനിധി KT രവിദാസ് നേതൃത്വം നൽകി. മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായി തൃശൂർ ജില്ലയിലാണ് ഉണ്ണി മുകുന്ദന്റെ ജനനം. 2011 മലയാളം സിനിമയായ നന്ദനത്തിന്റെ തമിഴ് റീമേക്കായ സീഡനിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ സിനിമയിലേക്ക് കടന്നുവരുന്നത്. ബാബു ജനാർദ്ദൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി മുകുന്ദന്റെ മലയാള സിനിമയിലേക്കുള്ള പ്രവേശനം. പിന്നീട് അങ്ങോട്ട് നായകനായും പ്രതിനായകനായും പ്രേക്ഷക മനസ്സിൽ എളുപ്പത്തിൽ ഉണ്ണി മുകുന്ദൻ ഇടം നേടി. ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെട്ട മല്ലു സിംഗ് എന്ന ചിത്രം ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കരിയർ ബ്രേക്കിംഗ് ചിത്രം കൂടിയായിരുന്നു. അല്പം പൗരുഷം നിറഞ്ഞ പഞ്ചാബിയായ മല്ലു സിംഗ് എന്ന കഥാപാത്രത്തെ മലയാള പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വിക്രമാദിത്യൻ, രാജാതിരാജ, ഫയർമാൻ, സ്റ്റൈൽ, അച്ചായൻസ്, മാസ്റ്റർ പീസ്, ക്ലിന്റ്, മിഗായേൽ, മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്ത വേഷങ്ങളിൽ മലയാള പ്രേക്ഷകർക്ക് മുന്നിലെത്തി.
മാളികപ്പുറം എന്ന 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രത്തിലൂടെ ഒറ്റയ്ക്കൊരു ചിത്രം വലിയ വിജയമാക്കാൻ സാധിക്കുന്ന നടനായും ഉണ്ണിമുകുന്ദൻ മാറി. ഉണ്ണിമുകുന്ദൻ നിർമ്മിച്ച മേപ്പടിയാൻ എന്ന ചിത്രം വാണിജ്യ വിജയം നേടിയതിനൊപ്പം തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഉണ്ണിമുകുന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ഈ പെരുന്നാൾ ആഘോഷത്തിൽ ഈ പ്രദേശത്തെ കുട്ടികളൊക്കെ എല്ലാവർക്കും നമ്മൾ കേക്ക് മുറിച്ച് പായസം വിതരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ പിറന്നാൾ ആഘോഷം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേർന്നു കൊള്ളുന്നു. സതീഷ്, രാഹുൽ, ജീവ, വിശാഖ് എന്നിവരും പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും പിറന്നാളാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ കോടന്നൂർ സ്വദേശിയായ യുവ എഴുത്തുകാരൻ അനീഷ് രചിച്ച എന്നേരം തുടങ്ങി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ വി ജി തമ്പി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. യുവ എഴുത്തുകാരി ജിൻഷഗംഗ പുസ്തകം ഏറ്റുവാങ്ങി. ഇ ഡി ഡേവിസ് പുസ്തക പരിചയം നടത്തി. ഡോക്ടർ ഫിൻഡോ റാഫേൽ, കെ സുനിൽകുമാർ, രാജൻ, ടി ജെ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മക്കുറിപ്പുകൾ വിഭാഗത്തിൽപ്പെടുന്നതാണ് പുസ്തകം. തെളിനീരുമായി ഒഴുകുന്ന പുഴ പോലെ ലാളിത്യമുള്ള ഭാഷാശൈലിയാണ് പുസ്തകത്തിലേതെന്ന് വി ജി തമ്പി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി മുതിർന്ന അംഗവുമായ PM രമണി സംഗമം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ സെക്രട്ടറി സി വേലായുധൻ അധ്യക്ഷനായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 102 വയസ്സുള്ള മുതിർന്ന അംഗം കെ കേശവൻ നായരെ പരിപാടിയിൽ വെച്ച് വൈസ് പ്രസിഡന്റ് CS ഹൈദ്രോസ് പൊന്നാടയും ഓണപ്പുടവയും നൽകി ആദരിച്ചു. ചടങ്ങിൽ നീള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡയറക്ടറി ബുക്ക് ഇ ഇന്ദിരയ്ക്ക് നൽകി VV മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. MK ലത്തീഫ്, KS കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ സ്വാഗതവും KM മുരളി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൂക്കളവും ഒരുക്കി. ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1978 SSLC ബാച്ചിലെ 134 അംഗങ്ങൾ വരുന്ന ഇന്ന് നീള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ 3ാം ഓണാഘോഷം ഈ ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ടായി. ഇതിൽ ഒരുപാട് അംഗങ്ങൾ, വളരെ സീനിയറായ ഒരുപാട് അംഗങ്ങൾ പങ്കെടുത്തു. ഞങ്ങളിവിടെ ഓണാഘോഷ പരിപാടിയിൽ ഓണക്കളികളും മറ്റു പരിപാടികളും എല്ലാം ഉണ്ടായി. പൂക്കളം ഇട്ടു. പിന്നെ നല്ല ഓണസദ്യ ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ സുഭാഷ് എ മാധവൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് ശാഖയുടെ കീഴിൽ 17 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ സ്നേഹസംഗമമാണ് ഞായറാഴ്ച ക്ഷേത്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഡോക്ടർ സുഭാഷ് എ മാധവൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ അതിഥിയായി ചെന്നപ്പോഴും ഇതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ 80% വിദ്യാർത്ഥിനികളാണ്. അപ്പോൾ സ്ത്രീ ഒരു മുന്നേറ്റത്തിന്റെ കാഴ്ചകൾ ഈ പരിപാടിയിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അമ്മമാരെ ഇത്ര അധികം ഒന്നിച്ച് കാണുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ ആ ഒരു TV-യിലൊക്കെ നമ്മളൊരു പരസ്യം കാണുന്നപ്പോൾ ഒരു ലഡു പൊട്ടി എന്ന് പറയുന്ന പോലെ എനിക്കൊരു സന്തോഷം തരുന്നതായി. ശാഖയിലെ 70 വയസ്സ് കഴിഞ്ഞ 50ഓളം പേരെയും കൂടാതെ ഞാങ്ങാട്ടിരിയിലെ തോൽപ്പാവക്കൂത്ത് കലാകാരൻ MV പ്രദീപിനെയും ചടങ്ങിൽ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് M മണികണ്ഠൻ അധ്യക്ഷനായി. AV രാജൻ, EV ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ താലൂക്ക് സമിതി അംഗങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ശാഖാ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാദുല്ലാഹ് തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന സ്റ്റോപ്പ് വേൾഡ് വാർ 3 എന്ന ക്യാമ്പയിനിന് സംഘടന തൃശൂർ പാലക്കാട് ഘടകം പ്രസിഡന്റ് H ഹബീബുല്ലാഹ് മൗലവി, ഗുലാം അഹമ്മദ് മൗലവി, മുഹമ്മദ് സലി, അബ്ദുൾ റഹീം എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ.
പൂരം അലങ്കോലമാക്കാൻ ചില NGO-കളുടെ നേതൃത്വത്തിൽ പ്രത്യേക ശ്രമം നടന്നതായും ദേവസ്വം സെക്രട്ടറി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. അയ്യപ്പ സേവാ സംഘത്തിന്റെ സേവന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും ഇല്ലാതാക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്ന് അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കൊല്ലം ജനാർദ്ദനൻ. പാലക്കാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പ് സമ്മേളനം. നന്മയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മാറണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ആനുകൂല്യ നിഷേധത്തിനൊപ്പം സംഘടിക്കാനുള്ള ശേഷി ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. ജീവനക്കാർക്ക് ഗുണകരമാവുന്ന ക്ഷേമ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണെന്നും VK ശ്രീകണ്ഠൻ MP. പാലക്കാട് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. വടക്കഞ്ചേരി അകമല റെയിൽവേ ട്രാക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. കാർ യാത്രികയായ മുള്ളൂർക്കര സ്വദേശിനി മീനയ്ക്കാണ് പരിക്കേറ്റത്. വാഹനം നിയന്ത്രണം തെറ്റിയത് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.